ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ഫേവറേറ്റ് ടെക് ന്യൂസ്. മിസ്റ്റർ നാട്ടുകാരൻ എന്തല്ല സുഖമല്ലേ? അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിലൊരു സാംസങ് S25 FE കിട്ടിയിട്ടുണ്ട് 2-3 ആഴ്ചയായിട്ട്. കംസ് ഇൻ 5G ഗ്ലാസ് ഫ്രണ്ടാണ്, അലൂമിനിയം ഫ്രെയിമാണ്. ഇപ്പം ഈ സെപ്റ്റംബറിൽ ഇറങ്ങിയ ഫോണാണിത്. അതായത് സെപ്റ്റംബർ 9th അവർ S25 സീരീസ് റിലീസ് ചെയ്ത സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഇറങ്ങിയ ഫോണാണിത്. പിന്നെ ഇത് ഡ്യുവൽ സിമ്മാണ് വരുന്നത്. 2 eSIM സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ 2 ഫിസിക്കൽ സിമ്മും സപ്പോർട്ട് ചെയ്യും. ആൻഡ് കംസ് ഇൻ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ്, ബേസിക് തിങ്സ്. പിന്നെ സൈസ് നോക്കുകയാണെങ്കിൽ 6.7 inch AMOLED ഡിസ്പ്ലേ, അത്യാവശ്യം കുഴപ്പമില്ല. ആൻഡ് ദി സോഫ്റ്റ്വെയർ ഈസ് One UI 8 വിത്ത് Android 16. പിന്നെ സാംസങ് ആയതുകൊണ്ട് ഒബിയസ്ലി 7 വർഷത്തെ സപ്പോർട്ട് ഇതിനകത്ത് കിട്ടും. പിന്നെ പറയാനാണെങ്കിൽ ഇതിൻ്റെ ചിപ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനോസ് ബ്രോ, റിയലി എക്സിനോസ് ആണ്. എക്സിനോസ് 2400 ചിപ്സെറ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു നോർമൽ മാൻ്റെ സ്റ്റാൻഡ് ഓഫ് പോയിന്റ് നോക്കുകയാണെങ്കിൽ എക്സിനോസ് കുഴപ്പമില്ല, കാരണം അവർക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമുള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷെ ആസ് എ ടെക്കി എക്സിനോസ് വൈ സാംസങ് വൈ. പിന്നെ ഇതിനകത്ത് 10 core ആണ് CPU എക്സിനോസ് ആണെങ്കിലും. ആൻഡ് ഇറ്റ് കംസ് ഇൻ 3 വേരിയൻറ്റ്സ്, 128, 256 ആൻഡ് 512. എല്ലാത്തിലും 8 GB RAM ആണ്. ഒന്നിലൊരു വ്യത്യാസവും ഇല്ല. പിന്നെ പറയാനാണെങ്കിൽ ഇത് ക്യാമറ ആണല്ലോ മെയിൻ പാർട്ട്. ക്യാമറ കംസ് ഇൻ 50 MP ആൻഡ് 12 ആൻഡ് 8. 50 ഓബിയസ്ലി മെയിൻ സെൻസറാണ്, 12 നമ്മുടെ അൾട്രാ വൈഡ്, അതുപോലെ തന്നെ 8 വരുമ്പോൾ ടെലിസ്കോപ്പിക്. സാംസങ് ഇപ്പോൾ ടെലിസ്കോപ്പിക് വിട്ട് പിടിക്കുന്നില്ല. അവരുടെ മറ്റേ 100x ഹിറ്റായപ്പോഴത്തേക്കും എല്ലാത്തിനകത്തും ഒരു ടെലിസ്കോപ്പിക് കൊണ്ടുവരും. പക്ഷേ ആസ് എ സ്റ്റാൻഡ് ഓഫ് പോയിന്റ് ഓഫ് എ ബ്ലോഗർ എന്നെപ്പോലുള്ള ആൾ ഇത് യൂസ് ചെയ്യുമ്പം എനിക്ക് കുറച്ചും കൂടി പ്രിഫറൻസ് ഉള്ളത് ഐ നീഡ് അൾട്രാ വൈഡ്. അതല്ലാതെ ഒന്നും നടക്കത്തില്ല. ഇപ്പം ഞാൻ എൻ്റെ ഐഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, ബട്ട് സ്റ്റിൽ അതിനകത്ത് അൾട്രാ വൈഡ് എന്ന് പറയുമ്പോൾ ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ള ഫോണിനകത്ത് അൾട്രാ വൈഡാണ് ഒരു വ്ളോഗറിൻ്റെ സ്റ്റാൻഡ് ഓഫ് പോയിന്റിൽ വേണ്ടത്. പിന്നെ ബാറ്ററി വരുമ്പം ഇറ്റ്സ് 4900 mAh ബാറ്ററി. പിന്നെ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഒപ്റ്റിക്കലാണ്, വലിയ ലാഗില്ല. ഞാൻ ഇതിനകത്ത് എൻ്റെ ഫേസും കൂടി കൊടുത്തിട്ടുണ്ട്, സോ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇറ്റ്സ് വെരി പ്രൈസി മാൻ. ആ ഒരു പ്രൈസ് പോയിന്റിൽ ഇവർക്ക് വേണമെങ്കിൽ ഒരു അൾട്രാസോണിക്കിൻ്റെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കായിരുന്നു. ഈ ഒപ്റ്റിക്കലി പിടിച്ചുകൊണ്ടിരിക്കാൻ. പിന്നെ FE സീരീസ് ആണ്, ഫാൻ എഡിഷൻ സീരീസ് ആണ്, അതുകൊണ്ട് ഇവർ എല്ലാം കോസ്റ്റ് കട്ടിങ് ചെയ്താണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എന്താ പറയുക, വൈ സാംസങ് വൈ? ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ കണ്ടില്ലേ? IQ ഉണ്ട്, വിവോ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പുതിയ ഫോണുകൾ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇത്രയും പ്രൈസിൽ ഇത്രയും ലിമിറ്റഡ് ഓപ്ഷൻസ്, നിങ്ങൾ എന്നെ തന്നെ തെറി വിളിക്കും, ബട്ട് സ്റ്റിൽ നമുക്ക് റിവ്യൂ ചെയ്യണമല്ലോ. അത് മാത്രമല്ല, ഈ ഒരു ഫോൺ സാംസങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ എനിക്കൊരു വികാരമുള്ള ഫോണാണ്. അതുകൊണ്ട് സാംസങ് ലൈക്ക് എൻ്റെ ടോപ്പ് 3 ഫോൺ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ആപ്പിൾ, അല്ലെങ്കിൽ ഒരു സാംസങ്, പിന്നെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇപ്പം തേർഡ് പോയിന്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ IQനോടാണ് പ്രിഫർ ചെയ്യുന്നത്, IQ ഓർ OnePlus. എല്ലാവരും അമ്മ പറ്റ മക്കളാണ്, പക്ഷേ IQ ഓർ OnePlus ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. സോ അപ്പോൾ സാംസങ് എടുത്തു. സാംസങ് ഈസ് വെരി പ്രൈസി, ബട്ട് സാംസങ് ഫാൻസിന് അതൊരു പ്രശ്നമല്ല. സാംസങ്ങിൻ്റെ എല്ലാ ഫോണിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം അവരുടെ ഫോൺസിൻ്റെ ബാക്കിയുള്ള സ്പെക്സിനെക്കാട്ടിയും അത്യാവശ്യം ബെറ്റർ സ്പെക്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജിങ് എന്ന് പറയുമ്പം വയേർഡ് 45 ഇതാണ്, ഐ മീൻ 45 വാട്ട്സിൻ്റെ ചാർജർ വരും. ആൻഡ് 50% ഇൻ
30 minutes or സംതിങ് അങ്ങനെ കണ്ടോ ഉണ്ട്. പിന്നെ ഇതിൻ്റെ വയർലെസ് ചീ ചാർജർ ബേസിക്കലി 15 വാട്ട്സ് അതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുമ്പോൾ 12 MP ആണ്, അത് പറയാൻ വിട്ടുപോയി. ആൻഡ് ഇറ്റ് സപ്പോർട്ട്സ് 4K 30 FPS വീഡിയോ റെക്കോർഡിങ്, 4K 30 വരെയുള്ള വീഡിയോ റെക്കോർഡിങ്. ഇതിൻ്റെ ബാക്ക് വരുമ്പം 8K 30 FPS വരെ വരും. മറ്റേത് 4K 60 മതി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ പോരായ്മകളും നല്ല കാര്യങ്ങളും ഞാൻ പറയാം. സോ ഇത് 3 കളറിലാണ് വരിക, അതും കൂടി ഞാൻ പറഞ്ഞേക്കാം. ഇറ്റ് കംസ് ഇൻ നേവി, ജെറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഞാൻ ഈ ഫോൺ എടുത്തു മീൻസ് കുറച്ച് നാളായിട്ട് ഈ ഫോൺ എൻ്റെ കയ്യിലുണ്ട്. അപ്പം എൻ്റെ ഒരു സ്റ്റാൻഡ് ഓഫ് പോയിന്റ്, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ iPhone 12 ആയിരുന്നു. അതിൽ നിന്നും സാംസങ് S25 FE ഇപ്പോൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ആദ്യം കോൺസ് പറയാം, മോശമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയാം. അതാണല്ലോ ആദ്യം വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്ന് വീഡിയോ റെക്കോർഡിങ്, അതാണ് എൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആസ് എ വ്ളോഗർ, അപ്പോൾ ഞാൻ ഈ ഒരു റിവ്യൂ മാത്രമല്ല, ഞാൻ എപ്പോഴും കൂടുതൽ എൻ്റെ സ്റ്റോറീസാണ് ഇടുന്നത്. അപ്പോൾ ഈ സ്റ്റോറീസ് ഇടുന്ന ടൈമിൽ ഞാൻ അറ്റ് ദി ഇൻസ്റ്റൻറ്റ് ഫോൺ പോക്കറ്റിൽ നിന്ന് എടുത്ത് ഓരോ സിനാറിയോസ് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു ഐഫോണിൽ ഷൂട്ട് ചെയ്യുമ്പം ഞാൻ എപ്പോഴും അൾട്രാ വൈഡാണ് ചൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് ആ ഒരു ഫ്രെയിമിനകത്തെല്ലാം കിട്ടും. ഓക്കെ, ഒരു സ്റ്റോറി കാണുന്ന ആൾക്കാർക്കെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ നിൽക്കുന്ന ഒരു സ്റ്റാൻഡപ്പ് ആണെങ്കിൽ ഒരു 1 മീറ്റർ 2 മീറ്ററിലായിരിക്കും സബ്ജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നടക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ സീൻ വരുമ്പോൾ ഇറ്റ്സ് ഫിക്സ്ഡ് അറ്റ് 1. ഇതിൻ്റെ വൈഡിലോട്ട് പോകത്തേ ഇല്ല. ഇതിൻ്റെ വൈഡ് ക്യാമറ ഈസ് യൂസ്ലെസ് ഇൻ വീഡിയോ റെക്കോർഡിങ്. ഇതിൻ്റെ വൈഡ് ക്യാമറ 720p ലോക്ക്ഡ് ആണ്. ഞാൻ 4K 60 ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഒരാളാണ്. ഈവൻ വീഡിയോ കണ്ടന്റിന് അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിൻ്റെ വൈഡ് ക്യാമറ ഇറ്റ്സ് ലോക്ക്ഡ് അറ്റ് 720p 30 FPS. എനിക്കത് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഇതെല്ലാം എൻ്റെ ഒപ്പീനിയനാണ്. ആൾക്കാർക്ക് പലതും പറയാൻ പറ്റും. എൻ്റെ ഒപ്പീനിയനകത്ത് ഞാൻ വൈഡ് ക്യാമറ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഇറ്റ്സ് ലോക്ക്ഡ് ഇൻ 720p 30 FPS. അതൊരു വലിയൊരു ഡീമെറിറ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുമ്പോൾ ബാറ്ററി. ഒരു 4900 mAh ബാറ്ററി ഉള്ള ഒരു ഫോൺ. ഈ ഫോൺ ചാർജ് ആവാൻ എനിക്ക് 1.5 to 2 hours എടുക്കും ഈ ഒരു ഫോൺ ചാർജ് ആവാൻ. ഇത്രയും സെഗ്മെൻറ്റിൽ, ഈവൻ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ ഫോണുകൾ, എന്തിന് എൻ്റെ ഐഫോൺ പോലും 1 hourൽ ഫുൾ ചാർജ് കയറുന്നൊരു ഫോണാണ്. അപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് ഇപ്പം 2025 ഇറങ്ങിയ ഈ ഒരു ഫോണിന് ഞാൻ 2 മണിക്കൂറൊക്കെ എന്തിനാണ് ഇത് കുത്തിയിട്ട് ചാർജ് ചെയ്തത്? എനിക്കതിൽ വലിയ പോരായ്മയാണ്. കാരണം ഞാനൊരു എഡിറ്റിങ്ങും കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു 20 അല്ലെങ്കിൽ ഒരു 10% കൊണ്ടുപോയി കുത്തിയിടും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി കുളിക്കാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി അല്ലെങ്കിൽ ഒരു ജിമ്മിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഐ എക്സ്പെക്ട് ദിസ് ടു ബി 100. എന്നാലും നമുക്ക് ആ ഒരു ഡേയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബാറ്ററി ബാക്കപ്പ് ഈസ് വെരി ഗുഡ്, ബട്ട് സ്റ്റിൽ ചാർജിങ് ടൈം വെരി വെരി പെത്തറ്റിക്. ഭയങ്കരമായിട്ട് ലാഗാണ് ഇതിൻ്റെ ചാർജിങ് ടൈം. സാംസങ് ഇത്രയും. പിന്നെ ഇതിൻ്റെ പ്രൈസ്, അതിലാണ് ഞാൻ പിടിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രൈസ് 512 8GB RAM സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിനകത്ത് ഇറ്റ്സ് 77,999, അതായത് 78,000 rupees ഇതിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിനകത്ത് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതിൻ്റെ കാർഡുകളൊക്കെ ഉണ്ട്. കാർഡുകൾ 5, 10, 15 അങ്ങോട്ട് കുറയും. പിന്നെ ഇതിൻ്റെ മറ്റ് ഇതൊക്കെ ഉണ്ട്. ഈ 12,000 രൂപ കുറയും. സാംസങ് തന്നെ എക്സ്ചേഞ്ച് ചെയ്യുന്നവർക്ക് 12,000 രൂപ സംതിങ് ആയിട്ട് കുറയുന്നൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ഫ്രഷ് ഫോൺ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് 77,000 rupees. ഇത്രയും സ്പെക്ക് കുറഞ്ഞ എക്സിനോസിൻ്റെ ഫോണിന് 77,000 rupees. ഡു യു ഗെറ്റ് മീ? റിയലി? വൈ സാംസങ് 77,000 rupees ഫോർ ദിസ് ഫോൺ? ഒന്ന്.
ഇതിന് ചിപ്സെറ്റ് എക്സിനോസ് ആണ്. ഞാൻ പറയും എക്സിനോസ് ആണ് ചിപ്സെറ്റ്. 2 ചാർജിങ്. ഇപ്പോഴത്തെ പ്രീമിയം വേണ്ട, ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ IQ അല്ലെങ്കിൽ വിവോ, ഇപ്പം നന്നായിട്ട് വിവോ ഇറങ്ങുന്നുണ്ട്. വിവോ ഫോണുകളൊക്കെ എടുത്ത് നോക്കണം, അതിനകത്ത് കൊടുക്കുന്ന സ്പെക്സ്. ഞാൻ ഈ റീസെൻ്റ്ലി X200 FE എടുത്ത് യൂസ് ചെയ്തായിരുന്നു. ആൻഡ് ദാറ്റ്സ് അറൗണ്ട് 50 to 55 സംതിങ്, അതായത് 55 അത്രങ്ങാണ്ടേ ഉള്ളൂ അതിൻ്റെ റേറ്റ് വരുന്നത്. ബട്ട് അതിനകത്ത് കൊടുത്തേക്കുന്ന സ്പെക്സിൻ്റെ ഒരു കുറച്ചെങ്കിലും ഒന്ന് കൊടുത്തായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ആസ് എ സാംസങ് ഫാൻ കുഴപ്പമില്ല, സാംസങ് കൊടുത്ത പൈസ, ബിൽഡ് ക്വാളിറ്റി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. സാംസങ്ങിൻ്റെ ബാക്കിയുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. ബട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെ ഒരു ഫോൺ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ വർത്ത് ഇറ്റ്. പിന്നെ സെയിൽ സമയത്തും അടുത്ത വർഷവും ഇതിൻ്റെ റേറ്റ് പാതിയായിട്ട് പറയാൻ കാരണമുണ്ട്. കാരണം S24 ഇപ്പം ഫ്ലിപ്കാർട്ടിലെ സെയിൽ നടക്കുന്നത് 38 രൂപയ്ക്കാണ്. അത് ഇറങ്ങിയ സമയത്ത് എത്ര റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതും കുറയും. അങ്ങനെ ഒരു ഫോണാണ് സാംസങ്ങിന് ഫോൺ. ഇത് നെക്സ്റ്റ് സെയിൽ നോക്കിക്കണം, ഇതിൻ്റെ ഇതേ റേറ്റ് ആയിരിക്കും, 50, 40, 30 ഒക്കെയാവും ഇതിൻ്റെ റേറ്റ്. വെയിറ്റ് ചെയ്യുക. ഇത് തന്നെ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് വെയിറ്റ് ചെയ്യുക, എടുക്കുക, അതായിരിക്കും നല്ലത്. പിന്നെ എൻ്റെ ഗുഡ് സൈഡ് പറയാതിരിക്കാൻ പറ്റത്തില്ല, എൻ്റെ ഡിസ്പ്ലേ ഇറ്റ്സ് വെരി ഗുഡ്, വെരി വെരി ഗുഡ്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഈ ഡിസ്പ്ലേ ആണ്. ആൻഡ് ദി OS 1 UI 8 ബ്യൂട്ടിഫുൾ, നല്ല അടിപൊളിയാണ്. അതും നല്ല സ്മൂത്തായിട്ടാണ് ഇതിൻ്റെ AI ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. ഗാലക്സി AI ആണ് ഇതിനകത്ത് മിക്കതിനും സപ്പോർട്ട് ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് പല കാര്യങ്ങളും എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഈ AI ആയിട്ടുള്ള ഗുണം അതാണല്ലോ, പല കാര്യങ്ങളും എനിക്ക് എളുപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ AI ഈസ് വെരി ഗുഡ്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ഈസ് ഗുഡ്, സോഫ്റ്റ്വെയർ ഈസ് ഗുഡ്, ബട്ട് ദി പ്രൈസ് ഇസ് വെരി 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 പറയണില്ല, അത്രയ്ക്കുള്ളൂ. പിന്നെ വെയിറ്റ് ഇറ്റ്സ് 190 kg, സോറി kg അല്ല, ഗ്രാം, 190 ഗ്രാം. കയ്യിലത്ര ഹെവി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല, ബട്ട് ദയർ 190 ഗ്രാം ആണ്. ആൻഡ് ബാക്കി കുഴപ്പമില്ല, ഫിംഗർ പ്രിൻ്റ് ഒന്നും വലിയ പ്രശ്നമില്ല. ഇറ്റ്സ് വെരി ഗുഡ്. അത്യാവശ്യം ഫാസ്റ്റാണ്. അത്യാവശ്യം എന്ന് പറയുമ്പോൾ ഒരു 2 സെക്കൻഡിൽ നമ്മൾ വെച്ചുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് അറിയാലോ, ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻ്റ് ആണ്. സോ 1 സെക്കൻഡ് വെക്കുക, അൺലോക്കാവും. വീണ്ടും 1 സെക്കൻഡ് വെക്കുക, അൺലോക്കാവും. ഐ മീൻസ് ദി അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റ്. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബട്ടറി സ്മൂത്താണെന്നറിയും. സ്റ്റിൽ സാംസങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ നിങ്ങൾ ചെയ്തില്ല. ബിക്കോസ് FE സീരീസ് ആണ്, ഫാൻ എഡിഷൻ സീരീസ് ആണ്. ഐ ക്യാൻ ജസ്റ്റിഫൈ വിത്ത് ദാറ്റ്, ബട്ട് ചെയ്യാമായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഗ്രീൻ ലൈൻ എണ്ണാൻ വരുവാണെങ്കിൽ ഐ വിൽ അപ്ഡേറ്റ് യു. കാരണം സാംസങ് ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളെല്ലാം ഗ്രീൻ ലൈൻ ഒരു തിലകക്കുറി പോലെ ഒരു 6-7 മാസം കഴിയുമ്പോൾ പൊട്ടിമുളയ്ക്കും. ദിവസമായിട്ട് ഇതൊന്നും സംഭവിച്ചിട്ടില്ല. വരികയാണെങ്കിൽ ഐ വിൽ ഷെയർ വിത്ത് യു ഗൈസ്. സോ സ്റ്റേ ട്യൂൺഡ്. പിന്നെ അവസാനമായിട്ട് കുറച്ച് പിക്സ് ഇട്ടേക്കാം. ആൻഡ് ഇതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചേക്കാം. അതായത് ഇതിൻ്റെ ഇറ്റ്സ് എ സ്റ്റീരിയോ സ്പീക്കർ സൗണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഡോൾബിയുടെ ഇതുണ്ട്, ഡോൾബി സപ്പോർട്ടഡ് ആണ്. സോ അത്യാവശ്യം വേറെ കുഴപ്പമൊന്നുമില്ലാത്ത നല്ല 2 സ്പീക്കേഴ്സ് ഉണ്ട്. It sets me free. It's wrong, I can't get right. I love the bed below you said അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇവിടെ എവിടെയെങ്കിലും കാണും, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.
പറ്റുമെങ്കിൽ ബെല്ലൈക്കൻ ഒന്ന് ടിങ് ടിങ് അടിച്ചേക്കുക. അപ്പം താങ്ക് യു ഗൈസ്, സ്റ്റേ ട്യൂൺഡ്.